Hello students, here we are going to discuss about the topic strings. String എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഹലോ എന്ന് പറഞ്ഞൊരു വേർഡ് എടുക്കുകയാണെങ്കിൽ അതിൽ എച്ച് എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ, ദെൻ ഇ എന്ന് പറയുന്ന അനന്തരൊരു ക്യാരക്ടർ, എൽ ഒരു ക്യാരക്ടർ, ഒ ഒരു ക്യാരക്ടർ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ക്യാരക്ടേഴ്സിനെയാണ് നമ്മൾ സ്ട്രിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂഷ്വലി സ്ട്രിങ്സ് നമ്മൾ എൻക്ലോസ് ചെയ്യുന്ന ഡബിൾ കോഡ്സിനകത്തായിരിക്കും സ്ട്രിങ്സ് എഴുതുന്നത്. അപ്പോൾ നമ്മൾ ഇൻറ്റേർണലി മെമ്മറിയിൽ ഇത് സ്റ്റോർ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ സ്ട്രിങ്സിനെ നമ്മൾ അറേയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സപ്പോസ് ഇൻറ്റിജർ അറേ എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻറ്റിജേഴ്സ് ആയിരിക്കും. അപ്പോൾ ഈ സ്ട്രിങ്സിലുള്ള ഓരോ ക്യാരക്ടേഴ്സും ഓരോ ലൊക്കേഷനിലായിരിക്കും അറേയിൽ സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രിങ് അറേയിൽ സ്റ്റോർ ചെയ്യുമ്പോൾ ദാറ്റ് അറേ ഈസ് നോൺ ആസ് ക്യാരക്ടർ അറേ. സോ സ്ട്രിങ് ഈസ് ഓൾസോ കാൾഡ് ക്യാരക്ടർ അറേ. മനസ്സിലായോ? നമ്മൾ സ്ട്രിങ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ഒരു വേർഡാണ്, അതിന് നമ്മൾ ക്യാരക്ടർ അറേയിലായിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. സോ സ്ട്രിങ്ങിന് ക്യാരക്ടർ അറേ എന്ന് പറയുന്നൊരു നെയിം കൂടെ ഉണ്ട്. വേറെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഡയമെൻഷണൽ അറേ വിച്ച് കൺസിസ്റ്റ് ഓഫ് ക്യാരക്ടേഴ്സ് ആർ കോൾഡ് സ്ട്രിങ്സ്. ഇനി നമ്മൾ ഈ സ്ട്രിങ്ങിൻ്റെ കേസ് വരുമ്പം യൂഷ്വലി നമ്മൾ ഇൻറ്റിജേഴ്സൊക്കെ ആണെങ്കിൽ അറേയിൽ സ്റ്റോർ ചെയ്യുമ്പോഴത്തേക്ക് ജസ്റ്റ് ഇൻറ്റിജേഴ്സ് സ്റ്റോർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ സ്ട്രിങ്ങിൻ്റെ കേസിൽ വരുമ്പം സ്ട്രിങ്ങിൻ്റെ ടെർമിനേഷൻ കൂടെ നമ്മൾ അതിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ ഒന്നുകിൽ നമ്മൾ അല്ലെങ്കിൽ കമ്പൈലർ ഓട്ടോമാറ്റിക്കലി ഒരു നൾ ക്യാരക്ടർ ഈ സ്ട്രിങ് കഴിഞ്ഞിട്ട്, അതായത് ലാസ്റ്റ് ക്യാരക്ടറായിട്ട് ഒരു നൾ ക്യാരക്ടർ അതിനെ /0 എന്ന് പറഞ്ഞാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ /0 കൂടെ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ അപ്പൻഡ് ചെയ്യും. ഫോർത്ത് പോയിൻ്റ് കണ്ടോ, കമ്പൈലർ അസൈൻസ് എ ക്യാരക്ടർ സ്ട്രിങ് array, it automatically appends a null character /0 at end of the string to indicate the termination of the string. സ്ട്രിങ്ങിൻ്റെ ടെർമിനേഷൻ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ /0 എന്ന് പറഞ്ഞ നൾ ക്യാരക്ടർ സ്ട്രിങ്ങിൻ്റെ എൻഡിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒന്നുകിൽ നമ്മളായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, സെറ്റ് ചെയ്യും. നെക്സ്റ്റ് നമുക്കിന്നത്തെ പഠിക്കാനുള്ളത് എങ്ങനെയാണ് നമ്മൾ ഈ സ്ട്രിങ്ങിനെ അല്ലെങ്കിൽ ക്യാരക്ടർ അറേനെ ഡിക്ലെയർ ചെയ്യുന്നത്, ദെൻ അതിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ അതിനെ പ്രിൻറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, പിന്നെ ലാസ്റ്റ് അതിനകത്തെ കുറിച്ചുള്ള ഓപ്പറേഷൻസും കൂടെ പഠിക്കാനുണ്ട്. ഓക്കെ, അതിലാദ്യം ഫസ്റ്റ് പഠിക്കാനുള്ളത് ഡിക്ലറേഷൻ ഓഫ് സ്ട്രിങ്. നമ്മൾ സാധാരണ ഒരു ഇൻറ്റീജർ അറേ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ആദ്യമേ ഇപ്പം ഇൻറ്റ് ഡേറ്റ ടൈപ്പ്, പിന്നെ അതിനെ ഫോളോ ചെയ്ത അറേയുടെ നെയിം, ദെൻ വിത്തിൻ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ സൈസും കൂടെ കാണും. ലൈക്ക്വൈസ് ക്യാരക്ടർ അറേയുടെ കേസിലും എങ്ങനെയായിരിക്കും? ആദ്യം അതിൻ്റെ ഡേറ്റ ടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാർ, ദെൻ അതിനെ ഫോളോ ചെയ്ത് നമ്മുടെ അറേയുടെ നെയിം STRയോ എയോ ക്യാപിറ്റൽ സ്മോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള യൂസർ ഡിഫൈൻ നെയിം കൊടുക്കും. ദെൻ അതിനെ ഫോളോ ചെയ്ത് വിത്തിൻ ബ്രാക്കറ്റിനകത്ത് അതിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ക്യാരക്ടേഴ്സ് ഉണ്ടെന്നുള്ളത് കണ്ടോ. Declaration of strings. Declaring a simple string is as simple as declaring a one-dimensional array. This is the basic syntax. ഇനി നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ഹൗ ടു ഇനിഷ്യലൈസ് എ സ്ട്രിങ്. സ്ട്രിങ്ങിനെ നമ്മൾ എങ്ങനെയാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത്? അപ്പോൾ സ്ട്രിങ്ങിനെ നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ആ സ്ട്രിങ് ഫുൾ ഒരു വേർഡായിട്ട് അല്ലെങ്കിൽ സ്ട്രിങ് ആയിട്ട് തന്നെ കൊടുക്കാം വിത്തിൻ ഡബിൾ കോഡ്സ്. അതായത് ആദ്യത്തെ രണ്ടെണ്ണം കണ്ടോ, പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നൊരു സ്ട്രിങ് ആണ്, അതിനെ നമ്മൾ ഡബിൾ കോഡ്സിനകത്ത് അതേപോലെ എഴുതി കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സ് 1 by 1 ആയിട്ട് വേണമെങ്കിലും വിത്തിൻ ബ്രേസസിനകത്ത് കൊടുക്കാം, തേർഡ് വണ്ണും ഫോർത്ത് വണ്ണും, അതായത് PRO എക്സെട്ര. അപ്പോൾ ഈ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഓരോ ക്യാരക്ടറിനെ നമ്മളൊരു സിംഗിൾ കോഡ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. സ്ട്രിങ് ആയിട്ട് തന്നെ കൊടുക്കുകയാണെങ്കിൽ ഡബിൾ കോഡ്സിൽ, സ്ട്രിങ്ങിൽ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഓരോ സിംഗിൾ കോഡ്സിനകത്ത് ഇൻഡിക്കേറ്റ് ചെയ്യും. ഇനി ക്യാരക്ടറായിട്ട് കൊടുക്കുമ്പോൾ മാത്രം ഒരു /0 എന്ന് പറഞ്ഞ് ലാസ്റ്റ് ഒരു നൾ ക്യാരക്ടറും കൂടെ കണ്ടോ, തേർഡിലും ഫോർത്തിലും കൂടെ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യാം. പക്ഷേ 1ലും 2ലും സ്ട്രിങ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സ്ട്രിങ് ആയിട്ട് കൊടുക്കുമ്പോൾ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കലി അത് അപ്പൻഡ് ആയിക്കോളും /0. പക്ഷേ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കുമ്പോൾ നമ്മളായിട്ട് എന്ത് ചെയ്യണം, ഒരു /0 ലാസ്റ്റ് കൊടുക്കണം. അതിൽ ഫസ്റ്റ് 1ഉം 2 എന്ന് പറഞ്ഞ മെത്തേഡ്സിൽ സ്ട്രിങ് ആയിട്ട് കൊടുക്കുന്നു വിത്തിൻ ഡബിൾ കോഡ്സ്. തേർഡിലും ഫോർത്തിലും ബ്രൈസസിനകത്ത് നമ്മൾ ഓരോ ക്യാരക്ടേഴ്സായിട്ട് സിംഗിൾ കോഡ്സിനകത്തിട്ട് കൊടുക്കുന്നു. അതിൽ /0 കൂടെ കൊടുക്കണം ഒരു ക്യാരക്ടറായിട്ട്. ഇനി ഇത് 4ലും വ്യത്യാസം, 1ഉം 2ഉം സെയിം തന്നെ. ഒന്നിനകത്ത് നമ്മൾ എന്ത് കൊടുക്കും, സൈസും കൂടെ കൊടുക്കും, സെക്കൻഡ് വണ്ണത്തെ സൈസ് കൊടുക്കത്തില്ല.
തേർഡിന് ഫോറിൽ തന്നെ തേർഡിനകത്ത് സൈസ് കൊടുക്കത്തില്ല, ഫോർത്തിനകത്ത് സൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈസ് ഇൻ കേസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ കമ്പൈലർ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ സൈസ് അല്ലെങ്കിൽ ലെങ്ത് എന്ത് ചെയ്തോളൂ, ഫൈൻഡ് ഔട്ട് ചെയ്തോളൂ. ഈ ഫോർത്ത് വൺ കണ്ടോ, സൈസ് നമ്മൾ 12 കൊടുത്തേക്കുന്നത്. ആ 12 നമ്മൾ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കുമ്പോൾ ആ 12 കൊണ്ട് മെയിൻ ചെയ്യുന്നത് ആദ്യത്തെ 11 ക്യാരക്ടേഴ്സിനെ, മീനിങ് ക്യാരക്ടേഴ്സിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. ലാസ്റ്റ് 12th എന്ന് പറയുന്നത് /0 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ വേർഡിന് ടോട്ടൽ 1 2 3 4 5 6 7 8 9 10 11 ക്യാരക്ടേഴ്സും പ്ലസ് /0 ലെങ്തും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ 12 കിട്ടിയത്. അതായത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ക്യാരക്ടർ വൈസ് ഇനിഷ്യലൈസ് ചെയ്യുവാണെങ്കിൽ ആ /0 സൈസും കൂടെ ചേർത്ത് വേണം നമ്മളിവിടെ കൊടുക്കാൻ. അല്ലാതെ ഇപ്പോൾ ടോട്ടൽ സൈസ് ഓഫ് ദി സ്ട്രിങ് എന്ന് പറയുന്നത് ദിസ് സൈസ് -1 ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആയി എങ്ങനെയാണ് സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ സ്ട്രിങ് ആയിട്ട് കൊടുക്കാം. സ്ട്രിങ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് സൈസ് എത്ര സൈസ് വേണമെങ്കിലും കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. അല്ലെങ്കിൽ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കാം, /0 ഓപ്പൺ ചെയ്യണം, അവിടെയും സൈസ് കൊടുക്കാം, കൊടുക്കാതെ ഇരിക്കാം. സൈസ് കൊടുക്കുമ്പോൾ കറക്റ്റ് ആ ക്യാരക്ടേഴ്സിൻ്റെ ടോട്ടൽ പ്ലസ് നൾ ക്യാരക്ടറിൻ്റെ വെച്ചിട്ട് വേണം നമ്മൾ സൈസ് കൊടുക്കാൻ. നെക്സ്റ്റ്, അപ്പോൾ നമ്മൾ ഇത് കൊടുത്തു, സ്ട്രിങ് എൻട്രി ചെയ്തു. ഇനി ആ സ്ട്രിങ്ങിനെ ഇനിഷ്യലൈസ് ചെയ്തു. ആ സ്ട്രിങ്ങിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം. ഡിസ്പ്ലേ ചെയ്യുമ്പോൾ നമുക്കറിയാം, നമുക്കിപ്പോൾ ഹലോ റെപ്രസെൻ്റ് ചെയ്യാം. അതിലിപ്പോൾ ഒരു സിംഗിൾ ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുന്നത്? പ്രിൻ്റഫിനകത്ത് %c എന്ന് പറഞ്ഞ് കൊടുക്കും. ആരോ പോയിൻ്റ് കണ്ടോ, %c എന്ന് പറഞ്ഞെടുക്കും. ഇത് അറയിൽ സേവ് ചെയ്തേക്കുന്നുണ്ട്, a(i) എന്ന് പറഞ്ഞായിരിക്കും കൊടുക്കുന്നത്. അതിൻ്റെ ലൊക്കേഷൻ കൂടെ കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഹലോ എന്ന് പറഞ്ഞ ഒരു സ്ട്രിങ്ങിൻ്റെ ഓരോ ക്യാരക്ടർ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ %c കൊടുക്കണം. അപ്പോൾ എല്ലാ ക്യാരക്ടറും റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഈ %c എന്ന് പറഞ്ഞ ലൈൻ എന്ത് ചെയ്യണം? റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണം. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ലൂപ്പ് വേണം. സോ ഹിയർ ഫോർ ലൂപ്പ് യൂസ് ചെയ്യാം, വൈൽ ലൂപ്പ് യൂസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ക്യാരക്ടർ അറേ ഇനിഷ്യലൈസ് ചെയ്തു, ഹലോ. ഇതിപ്പോൾ നമ്മൾ ബ്രേസസിനകത്ത് HELO-0 എന്ന് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ഇതിൻ്റെ 5 + 1 6 എന്നായിട്ട് കൊടുത്തേനെ. സ്ട്രിങ് കൊടുക്കുമ്പം ഇവിടെ സൈസിൻ്റെ ലിമിറ്റേഷനൊന്നും ഇല്ല. ഇനി ഇൻറ്റ് ഐ ഡിക്ലെയർ ചെയ്തു, ഫോർ i 0 സ്റ്റാർട്ട് ചെയ്തു. അതായത് ഈ ഹലോ എന്ന് പറയുന്നത് ഇത് A0-ലിരിക്കുന്നു, ഇത് A1-ലിരിക്കുന്നു, L A2-ലിരിക്കുന്നു, നെക്സ്റ്റ് L A3-ലിരിക്കുന്നു, O A4-ലിരിക്കുന്നു, A5-ൽ നമ്മൾ /0 ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യമേ A0 വേണം, A1 വേണം, A2 വേണം, A3 വേണം, A4 വേണം. എന്ത് വേണ്ട? A5 വേണ്ട. അതായത് /0 എന്ന് പറഞ്ഞാൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ ഈ ഫോർ ലൂപ്പിൽ ചെയ്യുന്ന ഐയുടെ വാല്യൂ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. A5 എന്തല്ലെങ്കിൽ നൾ ക്യാരക്ടർ അല്ലെങ്കിൽ അതിനായിട്ട് പ്രിൻറ്റ് ചെയ്യും. അതായത് ആദ്യത്തെ ആൾ ചെക്ക് ചെയ്യും, നൾ ക്യാരക്ടർ അല്ല, സോ H പ്രിൻറ്റ് ചെയ്യും. അടുത്ത ആൾ ചെക്ക് ചെയ്യും, നൾ ക്യാരക്ടർ അല്ല, E പ്രിൻറ്റ് ചെയ്യും. അടുത്ത ആൾ ചെക്ക് ചെയ്യും, നൾ ക്യാരക്ടർ അല്ല, പ്രിൻറ്റ് ചെയ്യും. നൾ ക്യാരക്ടർ അല്ല, L പ്രിൻറ്റ് ചെയ്യും. നൾ ക്യാരക്ടർ അല്ല, O പ്രിൻറ്റ് ചെയ്യും. അടുത്ത ആൾ വരുമ്പോഴേക്കും നൾ ക്യാരക്ടറായിട്ട് അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യും. ഇങ്ങനെയാണ് ഓരോ ക്യാരക്ടേഴ്സിനെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഇതേപോലെ നമുക്ക് വൈൽ ലൂപ്പ് വേണമെങ്കിലും യൂസ് ചെയ്യാം. വൈൽ ലൂപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും? നമ്മൾ ഈ ഐ എന്ന് പറയുന്ന ഫസ്റ്റ് ഇവിടെ ഐ കൊടുത്തിട്ട് ഇവിടെയാണ് ഐയുടെ വാല്യൂ നമ്മൾ കൊടുക്കുന്നതെങ്കിൽ, അസൈൻ ചെയ്യുന്നെങ്കിൽ ഇവിടെ മുമ്പേ തന്നെ ഐയുടെ വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്യണം. ദെൻ ഈ കണ്ടീഷൻ വയലിനകത്ത് കൊടുത്തു, ഈ i++ഉം വയലിനകത്ത് കൊടുത്തു, പ്രിൻ്റഫിനകത്ത് %c കൊടുത്തു. ഇത്രയുള്ള ഡിഫറൻസ്. സോ ജസ്റ്റ് അറേ ഡിക്ലെയർ ചെയ്യുന്നതിന് നമ്മൾ ഡേറ്റ ടൈപ്പ്, അറേയുടെ നെയിം, സൈസ് കൊടുക്കും. സ്ട്രിങ് നമുക്ക് ഇനിഷ്യലൈസ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് ഇതേപോലെ സ്ട്രിങ് ആയിട്ട് വിത്തിൻ ഡബിൾ കോട്ട്സ് കൊടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ബ്രേസസിനകത്ത് ഓരോ ക്യാരക്ടേഴ്സായിട്ട് കൊടുക്കാം. കമ്പൾസറി ആയിട്ട് /0 കൊടുക്കണം. ദെൻ ഇതിനെ എങ്ങനെ ഡിസ്പ്ലേ ചെയ്യാം? ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ് യൂസ് ചെയ്ത് ക്യാരക്ടേഴ്സായിട്ട് %c. അതായത് നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിവിടെ ലൂപ്പ് യൂസ് ചെയ്യുന്നത് നമുക്ക് ഓരോ ക്യാരക്ടറായിട്ട് മാത്രമേ ഈ %c കൊടുത്ത്
പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എച്ച് ഒരു ക്യാരക്ടർ, ഈ ഒരു ക്യാരക്ടർ, അങ്ങനെ ഓരോ ക്യാരക്ടർ പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ലൈൻ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് യൂസ് ചെയ്യണം. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് ഇങ്ങനെയാണ് വേണ്ടത്. പ്രിൻ്റ് എഫ് %C ആദ്യം A0, പിന്നെ A1, പിന്നെ A2. അപ്പോൾ അത് റിപ്പീറ്റഡ് ആയിട്ട് എഴുതുന്നതിന് പകരം നമ്മൾ ലൂപ്പ് യൂസ് ചെയ്തു. അതിയുടെ വാല്യൂ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നു. എൻഡിങ് കേസ് കണ്ടീഷൻ എന്ന് പറയുന്നത് /0, അതായത് ടെർമിനേഷൻ എത്തുന്നവരെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് സ്കാനഫും പ്രിൻ്റെഫും യൂസ് ചെയ്തു. അതായത് നമ്മളിപ്പം ജസ്റ്റ് അറേ നമ്മളായിട്ട് പ്രോഗ്രാമിൽ തന്നെ ഇനിഷ്യലൈസ് ചെയ്യുന്നതും പഠിച്ചു. പിന്നെ ലൂപ്പ് യൂസ് ചെയ്ത്, അതായത് ഓരോ ക്യാരക്ടർ ബൈ ക്യാരക്ടറായിട്ട് ലൂപ്പ് യൂസ് ചെയ്ത് ഫുൾ സ്ട്രിങ് ഡിസ്പ്ലേ ചെയ്യുന്നതും പഠിച്ചു. ഇനി നെക്സ്റ്റ് നമ്മൾ സ്കാനഫും പ്രിൻ്റെഫും യൂസ് ചെയ്യും, വേറൊരു മെത്തേഡ്. അപ്പോൾ ഈ സ്കാനഫും പ്രിൻ്റെഫും യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലൂപ്പിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മൾ %C പകരം %S ആണ്, സ്ട്രിങ്ങിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന %S ആണ് കൊടുക്കുന്നത്. കാണാൻ പറ്റുന്നുണ്ടോ? %S. ഓക്കെ, അപ്പം സ്കാനഫ് യൂസ് ചെയ്ത് നമ്മൾ സാധാരണ ഇൻറ്റിജർ റീഡ് ചെയ്യുന്ന പോലെ നമുക്കൊരു സ്ട്രിങ് റീഡ് ചെയ്യാം. അവിടെ %Dക്ക് പകരം %S എന്ന് കൊടുത്താൽ മതി. ഇനി പ്രിൻ്റെഫ് യൂസ് ചെയ്ത് നമ്മളിപ്പോൾ വാല്യൂ ഈസ് 5 എന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്ന പോലെ നമുക്ക് സ്ട്രിങ്ങും പ്രിൻറ്റ് ചെയ്യാം. അവിടെയും %Dക്ക് പകരം എന്ത് കൊടുത്താൽ മതി? %S കൊടുത്താൽ മതി. അപ്പോൾ ആ കേസിലൊന്നും നമുക്ക് എന്ത് യൂസ് ചെയ്യേണ്ടി വരത്തില്ല? ലൂപ്പ് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കിയോ. ഹാഷ് ഇൻക്ലൂഡ് വോയിഡ് മെയിൻ ക്യാരക്ടർ സ്ട്രിങ് അറേ, ക്യാരക്ടർ അറേ അല്ലെങ്കിൽ സ്ട്രിങ് നമ്മൾ ഡിക്ലെയർ ചെയ്തു. എൻ്റർ ദ സ്ട്രിങ്, അതായത് നമ്മൾ സ്ട്രിങ് എൻ്റർ ദ സ്ട്രിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹലോ വേൾഡ് കൊടുത്തു. അപ്പോൾ എന്താ, ഇപ്പം ഈ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന ഈ ഹലോ വേൾഡ് ഈ പറഞ്ഞ അറേയിൽ പോയി സ്റ്റോർ ആവണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ഒരു സ്കാനഫ് നമ്മൾ കൊടുത്തു. മനസ്സിലായി? നമ്മളിപ്പോൾ എൻ്റർ ദ വാല്യൂ 5 എന്ന് കൊടുക്കുമ്പോൾ 5 പോയി വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന പോലെ അതിന് കറസ്പോണ്ടിങ് നമ്മളൊരു സ്കാനഫ് യൂസ് ചെയ്യത്തില്ലേ? ഇപ്പോൾ സ്കാനഫ് %D ആമ്പസൻഡ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന പോലെ ഇവിടെയും %S എന്ന് പറഞ്ഞ് കൊടുത്താൽ മതി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സ്ട്രിങ്ങിൻ്റെ കേസിൽ നമ്മൾ ആമ്പസൻഡ് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇത് ശ്രദ്ധിക്കും. സോ നമ്മൾ എൻ്റർ ചെയ്ത സ്ട്രിങ് ഈ ക്യാരക്ടർ അറേയിൽ സ്റ്റോർ ആയിട്ടുണ്ട്. ദെൻ സ്ട്രിങ് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാൻ മതി? സ്ട്രിങ് ഈക്വൽ ടു അവിടെ %S എൻ്റെ %Sൻ്റെ വരേണ്ട വാല്യൂ എന്ന് പറയുന്ന സ്ട്രിങ്ങിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ സ്കാനഫ് യൂസ് ചെയ്ത് നമുക്ക് ആ സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാൻ എടുക്കാം. പ്രിൻ്റെഫ് യൂസ് ചെയ്ത് സ്ട്രിങ്ങിനെ എന്ത് ചെയ്തെടുക്കാം? ഡിസ്പ്ലേ ചെയ്യാം. അവിടെ %S കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഫോർ ലൂപ്പിൻ്റെ കാര്യങ്ങളൊന്നുമില്ല. ഫോർ ലൂപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന %C ഒരു ക്യാരക്ടർ വൈസ് പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇവിടെ നോക്കി, ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഹലോ സ്പേസ് ഇട്ടിട്ടൊരു വേൾഡാണ് കൊടുത്തത്, പക്ഷേ ഔട്ട്പുട്ടിൽ ഹലോ മാത്രമേ വന്നുള്ളൂ. അതിനുശേഷം ഒരു വൈറ്റ് സ്പേസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നു. ആ ബ്ലാങ്ക് സ്പേസ് ആരെ കൺസിഡർ ചെയ്തിട്ടില്ല? ഈ സ്ട്രിങ്ങിൽ വന്ന് സ്റ്റോർ ആയിട്ടില്ലാത്തത് കൊണ്ടാണ്, അതായത് ഈ ക്യാരക്ടർ അറേയിൽ ഹലോ വേൾഡ് ഒന്നും ഫുള്ളായിട്ട് സ്റ്റോർ ആയിട്ടില്ല, ഹലോ മാത്രമേ സ്റ്റോർ ആയിട്ടുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് ഔട്ട്പുട്ട് ഹലോ മാത്രം വന്നത്. ഇനി പോയിൻ്റ് നോക്കിയേ, സ്കാനഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് കൺസിഡർ ബ്ലാങ്ക് ഓർ വൈറ്റ് സ്പേസ് ആസ് എൻഡ് ഓഫ് സ്ട്രിങ്. അതായത് സ്കാനഫ് വഴി നമ്മൾ സ്ട്രിങ് റീഡ് ചെയ്യുമ്പോൾ ഒരു വൈറ്റ് സ്പേസോ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസോ വന്നു കഴിഞ്ഞാൽ അത് എൻഡ് ഓഫ് ദ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്യും. ഹലോ കഴിഞ്ഞിട്ട് നമുക്ക് ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നല്ലോ, ബ്ലാങ്ക് സ്പേസ് ഒരു വൈറ്റ് സ്പേസ് ഉണ്ടായിരുന്നല്ലോ, അതിന് എൻഡ് ഓഫ് ദ സ്ട്രിങ് ആയിട്ട് കൺസിഡർ ചെയ്തു. ഈ ഹലോ മാത്രമേ സ്റ്റോർ ആയിട്ടുള്ളൂ, അതുകൊണ്ടാണ് ഹലോ മാത്രം പ്രിൻ്റ് ആയത്. അപ്പോൾ നമുക്കിപ്പോൾ സെൻറ്റൻസ് കൊടുക്കണമെങ്കിൽ സ്കാനഫ് യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. സോ ഇപ്പോൾ ഇതേപോലെ ഒരു സെൻറ്റൻസായിട്ടോ അല്ലെങ്കിൽ കുറേ വേർഡ്സ് കൊടുക്കണമെങ്കിൽ നമുക്ക് സ്കാനഫ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു സ്ട്രിങ് കൊടുക്കണമെങ്കിൽ മാത്രമേ സ്കാനഫ് യൂസ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് നമ്മളിനി എന്ത് ചെയ്യും? അതാണ് നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളൂ. അതിന് വേണ്ടിയാണ് നമ്മൾ ഗെറ്റ്സ് എന്നൊരു ഫംഗ്ഷൻ യൂസ് ചെയ്യും. മീനിങ് ഓഫ് ദ ഫംഗ്ഷൻ ഗെറ്റ്സ് ഈസ് ഗെറ്റ് എ സ്ട്രിങ്. ഇപ്പോൾ ഗെറ്റ്സിൻ്റെ ബ്രാക്കറ്റിനകത്ത് ഇപ്പോൾ ഗെറ്റ്സ് എക്സ് എന്ന ഫംഗ്ഷൻ യൂസ് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മൾ കീബോർഡ് വഴി ടൈപ്പ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് അക്സെപ്റ്റ് ചെയ്തോളും. ദെൻ ഈ വിത്തിൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ ഏത് ക്യാരക്ടർ ഏതാണോ മെൻഷൻ ചെയ്യുന്നത് അവിടെ പോയി സ്റ്റോർ ആയിക്കോളും. ഹലോ സ്പേസ് വേൾഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഹലോവും വൈറ്റ് സ്പേസും വേൾഡും എല്ലാം പോയി സ്റ്റോർ ആയിക്കോളും. അല്ലാതെ സ്കാനഫിനെ പോലെ ഫസ്റ്റ് വേർഡ് മാത്രമല്ല കൺസിഡർ ചെയ്യുന്നത്, ഒരു സെൻറ്റൻസ് ഫുള്ളായിട്ട് ഇത് കൺസിഡർ.
It allows us to read line of characters including spaces and tabs until the new line character is entered. അതായത് നമ്മൾ കുറേ ക്യാരക്ടേഴ്സ് ഇങ്ങനെ എൻ്റർ ചെയ്ത് കൊടുക്കും അണ്ടിൽ എൻ്റർ കൊടുക്കുന്നത് വരെ. എൻ്റർ കൊടുത്തു കഴിഞ്ഞാൽ അവിടം വരെയുള്ള കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ മൈ നെയിം ഈസ് നിമ്മി എൻ്റർ കൊടുത്തു. അപ്പം മൈ നെയിം ഈസ് നിമ്മി വരെ എവിടെ പോയി സ്റ്റോർ ആയിക്കോളും? നമ്മുടെ ക്യാരക്ടർ അവിടെ പോയി സ്റ്റോർ ആയിക്കോളും. പക്ഷേ സ്കാനഫിൻ്റെ കേസിലാണെങ്കിൽ മൈ എന്ന് പറയുന്നത് മാത്രമേ സേവ് ആകത്തുള്ളൂ. Okay, difference between scanf and gets. The main difference between them is scanf reads input until it encounters white space വരുന്ന അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസ് വരുന്നവർ മാത്രമേ ഇത് കൺസിഡർ. പക്ഷേ ഗെറ്റ്സിൻ്റെ കേസിലാണെങ്കിൽ does not stop reading input when it encounters space. Instead, it takes white space also as the string. White spaceും ഒരു സ്ട്രിങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സെയിം പ്രോഗ്രാം തന്നെ യൂസിങ് ഗെറ്റ്സ് കണ്ടോ. ഇൻ്റർ ദി സ്ട്രിങ് സ്കാനഫിൻ്റെ ഭാഗത്ത് നമ്മൾ എന്ത് കൊടുത്തു? ഗെറ്റ്സ് എ. ഇവിടെ എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാരക്ടർ അവരുടെ പേരാണ് ഇ. അപ്പോൾ നിങ്ങൾ ഇവിടെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ അറയിലോട്ട് ഇൻറ്റീജർ വേരിയബിൾസൊക്കെ എൻ്റർ ചെയ്യുമ്പോൾ ഇപ്പോൾ എ ഓഫ് 20 എന്നാണ് എ ഓഫ് ഐ എന്ന് പറഞ്ഞ് കൊടുത്തതിന് അതും ഇവിടെ കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ സ്ട്രിങ് എൻ്റർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങൾ നേരത്തെ പറയാൻ പറ്റുമോ? സ്ട്രിങ് ഇതാണ്, ആംബർസൻറ്റും കൊടുക്കണ്ട, എന്നും കൊടുക്കണ്ട. ആ നമ്മൾ സാധാരണ എ ഓഫ് ഐ എന്ന് പറഞ്ഞ വിധത്തിൽ ആ ഐ എന്ന് പറയുന്നതും കൊടുക്കണ്ട. ജസ്റ്റ് അയാളുടെ പേര് മാത്രം മതി, ക്യാരക്ടറുടെ പേര് മാത്രം മതി. ഓക്കെ, എൻ്റർ ദ സ്ട്രിങ് ഗെറ്റ്സ് ഓഫ് എ. സോ ഈ ഫംഗ്ഷൻ വഴി വാട്ട് വി എൻ്റർ ത്രൂ ദ കീബോർഡ് ഈസ് ആക്സെപ്റ്റഡ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ സ്ട്രിങ് ക്യാരക്ടർ അറേ എ. സ്ട്രിങ് എ എയിൽ സ്റ്റോർ ആയി ഹലോ വേൾഡ് എന്ന് പറഞ്ഞിട്ട് ഹലോ വേൾഡ് അതിനകത്ത് പോയി സ്റ്റോർ ആയി. ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സ്ട്രിങ് എൻ്റേർഡ് ഈസ് പെർസെൻറ്റേജസ് എ. ഇപ്പോൾ പെർസെൻറ്റേജസിൻ്റെ അവിടെ എയിലുള്ളത് ഹലോ വേൾഡ് അതുപോലെ ഉണ്ട്. അപ്പോൾ സ്കാനഫും ഗെറ്റ്സും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇനി നമ്മളിപ്പോൾ പ്രിൻ്റ് എഫ് യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഫംഗ്ഷനാണ് പുട്സ്. ആദ്യം നിങ്ങൾ ഈ പ്രോഗ്രാം നോക്കാം. ഹാഷ് ഇൻക്ലൂഡ് വേർഡ് മെയിൻ സ്ട്രിങ് എൻ്റർ ചെയ്തു, ഇവിടെ ഗെറ്റ്സ് യൂസ് ചെയ്തു, എൻ്റർ ദ സ്ട്രിങ് STR പോയി സ്റ്റോർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്താ? പ്രിൻ്റ് ഓഫ് പെർസെൻറ്റേജസ് സ്ലാഷ് സ്ട്രിങ്, അതായത് ഹലോ വേൾഡ് കൊടുത്തു, ഹലോ വേൾഡ് പ്രിൻ്റ്. ഇനി ഇവിടെ പ്രിൻ്റ് എഫിന് പകരം കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്? ഗെറ്റ്സ് യൂസ് ചെയ്തത് പുട്സ്, പുട്ട് ദ സ്ട്രിങ്, അതായത് STR. ഇവിടെ ഗെറ്റ്സ് യൂസ് ചെയ്ത് നമ്മൾ എന്ത് ഗെറ്റ് ചെയ്യുന്നോ അത് പോയി STR സ്റ്റോർ ചെയ്യും. പുട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഡിസ്പ്ലേസ് വാട്ട് ആർ വി ആർ സ്റ്റോർഡ് ഇൻസൈഡ് ദ STR ഓൺ ദ സ്ക്രീൻ. നമ്മൾ STR എന്താണോ സേവ് ചെയ്തേക്കുന്നത് അത് ഇവിടെ പോയി സ്റ്റോർ ആവും, സ്ക്രീനിൽ പോയി സ്റ്റോർ ആവും. ഓക്കെ, ഇനി പുട്സും പ്രിൻ്റഫും തമ്മിൽ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടും സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. പ്രിൻ്റഫ് യൂസ് ചെയ്ത് നമുക്ക് ഇൻറ്റീജറോ എന്ത് വേണമെങ്കിലും പ്രിൻ്റ് ചെയ്യാം. പ്രിൻ്റഫ് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ഇൻറ്റീജർ ഫ്ലോട്ട് ക്യാരക്ടേഴ്സ് എന്ത് വേണം. ബട്ട് പുട്ട് ഈസ് യൂസ് ടു ഡിസ്പ്ലേ ഓൺലി സ്ട്രിങ്സ്. ഇതാണ് ഡിഫറൻസ്. സോ നമ്മളിതുവരെ പറഞ്ഞത് നമുക്ക് സ്കാനഫ് യൂസ് ചെയ്ത് ഒരു സ്ട്രിങ്, ഓക്കെ, സ്കാനഫ് യൂസ് ചെയ്ത് സ്കാനഫ് യൂസ് ചെയ്ത് നമുക്ക് സ്ട്രിങ്ങിനെ റീഡ് ചെയ്യാം. പ്രിൻ്റഫ് യൂസ് ചെയ്ത് അങ്ങനെ പ്രിൻറ്റ് ചെയ്യാം. ദെൻ സ്കാനഫിന് പകരം ഗെറ്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്പേസും കൂടെ കൺസിഡർ ചെയ്യും. പ്രിൻ്റഫിന് പകരം പുട്സ് യൂസ് ചെയ്യാം. ഡിഫറൻസ്, പ്രിൻ്റഫ് യൂസ് ചെയ്ത് നമുക്ക് ഇൻറ്റീജർ മാത്രമേ പ്രിൻ്റ് ചെയ്യാൻ പറ്റും. സ്കാനഫ് പുട്സ് യൂസ് ചെയ്ത് നമുക്ക് പ്രിൻ്റഫ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് വേണമെങ്കിലും ഡിസ്പ്ലേ ചെയ്യും. പുട്സ് യൂസ് ചെയ്തിട്ട് സ്ട്രിങ് മാത്രമേ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് സ്ട്രിങ്ങിനകത്ത് നമുക്ക് യൂസ് ചെയ്യുന്ന കുറേ ഇൻബിൽറ്റ് ഫംഗ്ഷൻ. ഇൻബിൽറ്റ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫംഗ്ഷൻ ഡയറക്റ്റ് എവിടെയാണ് യൂസ് ചെയ്താൽ മാത്രം മതി. അതിനകത്ത് ആ ഫംഗ്ഷൻ കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമുക്ക് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണം. സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറേ കോഡ് എഴുതാം. അതല്ല എന്നുണ്ടെങ്കിൽ സ്ട്രിങ് ലെങ്ത് എന്ന് പറയുന്നൊരു ഫംഗ്ഷനുണ്ട്. ദാറ്റ് മീൻസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഡയറക്റ്റ് യൂസ് ചെയ്താൽ മതി.
ബ്രാക്കറ്റിനകത്ത് നമ്മുടെ സ്ട്രിങ് സ്റ്റോർ ചെയ്തേക്കുന്ന എവിടെയാണോ ആ ക്യാരക്ടറുടെ പേരും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലെങ്ത് കറക്റ്റായിട്ട് കിട്ടും. അതല്ലാതെ ഈ ഡയറക്റ്റ് ഫംഗ്ഷൻ ഇൻബിൽറ്റ് ഫംഗ്ഷനുള്ള ഡയറക്റ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ കുറച്ചും കൂടെ സ്റ്റെപ്പ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടി വരും. കുറച്ചും കൂടി യൂസർ ഫ്രണ്ട്ലി ആക്കാൻ വേണ്ടിയിട്ടാണ് ഇൻബിൽറ്റ് ഫംഗ്ഷൻ. അപ്പോൾ സ്ട്രിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന കുറേ ഇൻബിൽറ്റ് മെയിൻ ഫംഗ്ഷൻസാണ് സ്ട്രിങ് ലെങ്ത്, സ്ട്രിങ് കോപ്പി, സ്ട്രിങ് കൺകാറ്റിനേഷൻ, സ്ട്രിങ് കമ്പൈൻസ്. അപ്പോൾ ഈ ഫങ്ഷൻസ് എല്ലാം യൂസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡർ ഫയലിൽ #include string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലും കൂടെ കൊടുക്കണം. എന്നാലേ ഇതൊക്കെ പറ്റൂ. കാരണം ആ string.h എന്ന് പറഞ്ഞ ഹെഡർ ഫയലിലാണ് ഈ പറഞ്ഞ സ്ട്രിങ് ലെങ്ത്, സ്ട്രിങ് കോപ്പി, സ്ട്രിങ് കൺകാറ്റിനേഷൻ, സ്ട്രിങ് കമ്പാരിസൻ്റെ എല്ലാം ഫുൾ കോഡ് എഴുതിയേക്കുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഫംഗ്ഷൻ മാത്രം യൂസ് ചെയ്താൽ മതി. ബാക്കി കോഡെല്ലാം എവിടെ ഉണ്ട്? സ്ട്രിങ് ലെങ്ത് string.h-നകത്തുണ്ട്. അപ്പോൾ സ്ട്രിങ് ലെങ്ത് strlen എന്തിനായിരിക്കും? സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. സ്ട്രിങ് കോപ്പി എന്ന് പറയുമ്പോൾ ഒരു സ്ട്രിങ്ങിൽ നിന്ന് വേറെ സ്ട്രിങ്ങിലോട്ട് കോപ്പി ചെയ്യും. ദെൻ സ്ട്രിങ് കൺകാറ്റിനേഷൻ, 2 സ്ട്രിങ് കൂടെ കമ്പൈൻ ചെയ്യണം, ജോയിൻ ചെയ്യണം. സ്ട്രിങ് കമ്പാരിസൺ മീൻസ് 2 സ്ട്രിങ്ങിനെ നമുക്ക് ചെക്ക് ചെയ്തിട്ട് മെയിനായിട്ടും ഈക്വൽ ആണോ അല്ലെങ്കിൽ ഡിഫറെൻ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇനി അത് ഓരോന്നും എന്താണെന്ന് പറയാം. ഫസ്റ്റ് വൺ സ്ട്രിങ് ലെങ്ത്. സ്ട്രിങ് ലെങ്ത് എന്താ ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, റിട്ടേൺസ് ദ ലെങ്ത് ഓഫ് ദ സ്ട്രിങ് ദാറ്റ് വി എൻറ്റർ. നമുക്ക് എൻ്റർ ചെയ്ത സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്ട്രിങ് ലെങ്ത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലെങ്ത് കണ്ടുപിടിക്കുമ്പോൾ നൾ ക്യാരക്ടർ കൺസിഡർ ചെയ്യത്തില്ല. കറക്റ്റ് ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് മാത്രമേ കൺസിഡർ ചെയ്യത്തുള്ളൂ. കണ്ടോ? #include stdio.h, string.h എന്ന ഹെഡർ ഫയൽ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ക്യാരക്ടർ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഹലോ വേൾഡ് എന്ന് പറയും. നമ്മൾ എൻ്റർ ചെയ്ത് ഡയറക്റ്റ് തന്നെ ഇനിഷ്യലൈസ് ചെയ്തു. ദെൻ എന്താ നെക്സ്റ്റ്? ലെങ്ത് കണ്ടുപിടിക്കണം. എന്തിൻ്റെ ലെങ്താണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ strൽ സ്റ്റോർ ചെയ്തേക്കുന്ന ആളുടെ ലെങ്ത്. അപ്പം സ്ട്രിങ് ലെങ്ത് ഓഫ്, ഇവിടെ കാണാൻ പറ്റുന്നില്ല, എൻ്റെ ലാപ്ടോപ്പിൽ ഇവിടെ ഒരു ലൈൻസ് ഉണ്ട്. ലൈൻ എന്ന് പറയുന്നത് strlen ഓഫ് വിത്തിൻ ബ്രാക്കറ്റിനകത്ത് നമ്മൾ str എന്ന് കൊടുക്കും. അതായത് strൽ എന്താണോ സേവ് ചെയ്തേക്കുന്നത് അതിൻ്റെ ലെങ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ പറഞ്ഞ ലെങ്ത് നമ്മൾ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ട്? ലെങ്ത് എന്ന് പറഞ്ഞൊരു ഇൻറ്റിജർ വാല്യൂ ആയതുകൊണ്ട് ഇൻറ്റിജർ വേരിയബിളിൽ സ്റ്റോർ ചെയ്തു. മനസ്സിലായി? ഈ ഒരു ഫംഗ്ഷൻ വഴി നമുക്ക് ലെങ്ത് കിട്ടും. ആ പറയുന്ന ലെങ്ത് നമ്മൾ എവിടെ കൊണ്ട് സ്റ്റോർ ചെയ്യണം? ഒരു ഇൻറ്റിജർ വേരിയബിളിൽ, len എന്ന് പറഞ്ഞ ഇൻറ്റിജർ വേരിയബിളിൽ കൊണ്ട് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ആ ലെങ്ത് പ്രിൻറ്റ് ചെയ്യണമെങ്കിൽ ലെങ്ത് = %d, len എന്ന് കൊടുക്കണം. അപ്പം ലെങ്ത് 11. ഇവിടെ 11 ആക്ച്വലി 11 എന്ന് വന്നത് ബ്ലാങ്ക് സ്പേസ് കൺസിഡർ ചെയ്യാതെയാണ് 11 എന്ന് വന്നത്. ബ്ലാങ്ക് സ്പേസും കൂടെ കൺസിഡർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് 11 എന്ന് പറഞ്ഞ് വന്നത്. അതായത് ആദ്യത്തെ ഹലോ 5, നെക്സ്റ്റ് വേൾഡിൻ്റെ 5, അതിൻ്റെ കൂടി ബ്ലാങ്ക് സ്പേസും കൂടെ കൂട്ടിയാണ് ലെങ്ത് 11 എന്ന് പറഞ്ഞ് വന്നത്. സോ strlen നമ്മൾ യൂസ് ചെയ്യുന്നത് സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. ഇനി നെക്സ്റ്റ് സ്ട്രിങ് കൺകാറ്റിനേഷൻ. സ്ട്രിങ് കൺകാറ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സ്ട്രിങ് കമ്പൈൻ ചെയ്തിട്ട് ആ ജോയിൻ സ്ട്രിങ് ആയിരിക്കും ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് strcat ഓഫ് string 1, string 2. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്നത് string 1, string 2 എന്ന് വെച്ചാൽ ഇതിനകത്ത് രണ്ടിനകത്തും സ്ട്രിങ്സ് കാണുമല്ലോ. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് റിസൾട്ട് string 1ലോട്ടായിരിക്കും നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. നോക്കിക്കേ പ്രോഗ്രാം. 2 ക്യാരക്ടർ S1, S2. ആദ്യത്തിനകത്ത് നമ്മൾ ഹലോ കൊടുത്തു, രണ്ടാമത്തിനകത്ത് വേൾഡ് എന്ന് പറഞ്ഞ് കൊടുത്തു. ഇനി എന്താ? സ്ട്രിങ് cat ഓഫ് S1, S2. അതായത് S1ഉം S2ഉം കൂടെ കമ്പൈൻ ചെയ്ത് S1ൽ സ്റ്റോർ ചെയ്യും. അപ്പോൾ ഈ ഹലോവും വേൾഡും കൂടെ കമ്പൈൻ ചെയ്തിട്ട് റിസൾട്ട് S1ലായിരിക്കും. സോ ആഫ്റ്റർ കൺകാറ്റിനേഷൻ %s അവിടെ എന്തായിരിക്കും? S1ലിരിക്കുന്ന ആൾ ഹലോ വേൾഡ് എന്ന് പറഞ്ഞ് വരും. ഇനി അടുത്ത സ്ട്രിങ് കോപ്പി മീൻസ് അതിൻ്റെ കോപ്പി എന്ന് പറയുമ്പോൾ കോപ്പീസ് ദി സ്ട്രിങ് copies from one string to another string. അപ്പോൾ അതിൻ്റെ സിൻടാക്സ് strcpy ഓഫ് string 1, string 2. അപ്പോൾ ഇവിടെ string 2ൽ, അതായത് സെക്കൻഡ് പറഞ്ഞേക്കുന്ന സ്ട്രിങ്ങിലെ സംഭവമാണ് ഫസ്റ്റിലെ ആളിലോട്ട് കോപ്പി ദ കണ്ടൻറ്റ് ഓഫ് string 2 to string 1. അപ്പോൾ ഇതിൽ നമ്മൾ കോപ്പി ചെയ്യുമ്പം ഈ /0 അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടായിരിക്കും കോപ്പി. stdio.h, string.h ഫസ്റ്റ് സ്ട്രിങ്, S2 സെക്കൻഡ് ക്യാരക്ടറിലാണ് നമ്മൾ ഹലോ വേൾഡ് കൊടുത്തിട്ടുള്ളത്.
ദെൻ എന്താ STR S1, S2. അപ്പോൾ എന്താ S2യിലുള്ളത് S1ലോട്ട് കൊണ്ടുവരാം. നമ്മൾ പ്രിൻറ്റ് ചെയ്യുമ്പോഴത്തേക്ക് S1ൽ എന്താ ഹലോ വേൾഡ് എന്നത് കിട്ടി. ഇതിൻ്റെ എല്ലാം സിൻടാക്സ് കറക്റ്റായിട്ട് പഠിക്കണം. STRLN സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിക്കണം. STRCPY കോപ്പി ചെയ്യുമ്പം കോപ്പി ചെയ്യേണ്ട ആൾ രണ്ടാമതും എവിടോട്ടാണോ കോപ്പി ചെയ്യേണ്ടത് അയാൾ ഫസ്റ്റ് ആയിരിക്കും വരുന്നത്. ദെൻ സ്ട്രിങ് കൺകാറ്റനേഷൻ ചെയ്യുമ്പോഴും രണ്ടുപേരും എഴുതി കഴിഞ്ഞാൽ ഫസ്റ്റ് ആളിലോട്ടായിരിക്കും റിസൾട്ട് വരുന്നത്. ഇനി ലാസ്റ്റ് സ്ട്രിങ് കമ്പാരിസൺ മീൻസ് വി ആർ കമ്പയറിങ് വെദർ ദീസ് ടു സ്ട്രിങ്സ്. ദാറ്റ് മീൻസ് the strings stored in these two character arrays are same or not. Comparing. It compares two strings and returns an integer value. If both the strings are equal, then this function will return 0. Otherwise, it will return a positive negative value. അതായത് ആക്ച്വലി ഈ ഫംഗ്ഷൻ്റെ യൂസ് എന്ന് പറയുന്നത് ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന ആളെയും ഇവിടെ സ്റ്റോർ ചെയ്തേക്കുന്ന ആളെയും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് റിട്ടേൺ ചെയ്യുന്ന വാല്യൂ ഇൻറ്റിജർ വാല്യൂ ആയിരിക്കും. 0 ആണ് റിട്ടേൺ ചെയ്യുന്നത്, അതിനർത്ഥം രണ്ടുപേരും സെയിം ആണ്. 0 അല്ല മീൻസ് പോസിറ്റീവ് വാല്യൂ ഉണ്ട്, നെഗറ്റീവ് വാല്യൂ ഉണ്ട്. ദാറ്റ് മീൻസ് അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഈ പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ഡിഫറൻസ് ഉണ്ടെന്നുള്ളത് അത് നമുക്ക് പിന്നെ ക്ലാസ്സിൽ പറയാം. അപ്പോൾ സ്ട്രിങ് കമ്പാരിസൺ ഈസ് യൂസ്ഡ് ടു കമ്പയർ ദ ടു സ്ട്രിങ്സ്. ഓക്കെ, ഹിയർ ടു ക്യാരക്ടേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ഫസ്റ്റിൽ S1 ഹലോ, S2ൽ വേൾഡും കൊടുത്തു. ഇനി നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എന്താ സ്ട്രിങ് കമ്പാരിസൺ ഓഫ് S1, S2. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ വഴി രണ്ടുപേരും തമ്മിൽ കമ്പയർ ചെയ്യും. അപ്പോൾ നമുക്കിവിടെ കിട്ടേണ്ട ഔട്ട്പുട്ട് എന്ന് പറയുന്നത് രണ്ടുപേരും ഈക്വൽ ആണോ ഡിഫറെൻ്റ് ആണോ എന്ന് കിട്ടണം, ഇല്ലേ? അപ്പോൾ അതിന് വേണ്ടി നമ്മൾ സ്ട്രിങ് കമ്പാരിസൺ യൂസ് ചെയ്യും. സ്ട്രിങ് കമ്പാരിസൺ യൂസ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന വാല്യൂ 0 ആണോ അല്ല എന്നുള്ളത് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈക്വൽ അല്ല എന്നുള്ളത് നോക്കണം. സോ നമ്മൾ ഇഫും കൂടെ യൂസ് ചെയ്യും. അതായത് സ്ട്രിങ് കമ്പാരിസൺ ഓഫ് S1, S2 ഈക്വൽ ടു 0 ആണെങ്കിൽ ദാറ്റ് മീൻസ് ബോത്ത് ആർ ഈക്വൽ, അതർവൈസ് ബോത്ത് ആർ ഡിഫറെൻറ്റ്. സോ ഔട്ട്പുട്ട് ഡിഫറെൻ്റ് എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ റിപ്പീറ്റഡ് ആയിട്ട് പ്ലേ ചെയ്ത് നോക്കണം, എന്നാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഈ ടോപ്പിക്സ് എല്ലാം നമ്മൾ ക്ലാസ്സിൽ എടുക്കും. അപ്പോൾ ഇത് നിങ്ങൾ വായിച്ച് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ, അതായത് 2 അവർ എടുക്കുന്ന സമയത്ത് 1 അവർ കൊണ്ട് തന്നെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ അയക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്യണം. ഇനി നെക്സ്റ്റ് ഒരു പ്രോഗ്രാമാണ്. ഓക്കെ, ചെക്ക് വെദർ എ സ്ട്രിങ് ഈസ് പാലിൻഡ്രോം ഓർ നോട്ട്. പാലിൻഡ്രോം ആണോ അല്ലേ എന്നുള്ളത് നോക്കണം. പാലിൻഡ്രോം മീൻസ് നമ്മൾ മലയാളം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ റിവേഴ്സ് എടുക്കുമ്പോഴും മലയാളം തന്നെ കിട്ടുവാണെങ്കിൽ പാലിൻഡ്രോം ആയിരിക്കും. ഇപ്പോൾ ഹലോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ റിവേഴ്സ് OLLEH എന്നായിരിക്കും കിട്ടുന്നത്, സെയിം അല്ല. അപ്പോൾ അത് പാലിൻഡ്രോം അല്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രോഗ്രാമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ 2 സ്ട്രിങ് യൂസ് ചെയ്തിട്ടുണ്ട്, ക്യാരക്ടർ അറേ യൂസ് ചെയ്തിട്ടുണ്ട്, STRഉം RSTRഉം. STR എന്ന് പറയുമ്പോൾ ഫസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സ്ട്രിങ് ഇതിൻ്റെ റിവേഴ്സ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലം. ദെൻ ഇവർ രണ്ടുപേരും സെയിം ആണോ നോക്കും. സെയിം ആണെങ്കിൽ അത് പാലിൻഡ്രോം ആയിരിക്കും, അല്ലെങ്കിൽ എന്താ കണ്ടോ സ്ട്രിങ് കമ്പാരിസൺ ഓഫ് RSTR ആൻഡ് STR ഈക്വൽ ടു 0. ദെൻ ഈക്വൽ ആണെങ്കിൽ പാലിൻഡ്രോം ആയിരിക്കും, അല്ലെങ്കിൽ നോട്ട് പാലിൻഡ്രോം ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് വി ഹാവ് ടു എൻ്റർ ദ സ്ട്രിങ്. ദെൻ യൂസിങ് scanf ദാറ്റ്സ് എൻ്റേർഡ് സ്ട്രിങ് ഈസ് സ്റ്റോർഡ് ഇൻ ദ STR അറേ. STRൽ കൊണ്ട് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ ലെങ്ത് കണ്ടുപിടിച്ചു, സ്ട്രിങ് ലെങ്ത് കണ്ടുപിടിച്ചു, അത് LNൽ സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിന് റിവേഴ്സ് ചെയ്യും. അപ്പോൾ ഇതിൽ റിവേഴ്സ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം ഓക്കെ, നമ്മളിപ്പം ഹലോ എന്ന് പറഞ്ഞൊരു വേർഡ് എടുത്തു. അത് നമ്മൾ STRലാണ് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ RSTRൽ നമ്മൾ എങ്ങനെ സ്റ്റോർ ചെയ്യും? OLLEH. അതായത് ഇവിടുത്തെ ലാസ്റ്റ് ആളെ എടുത്ത് RSTRൽ ഫസ്റ്റ് കൊടുക്കണം, സെക്കൻഡ് ആളെടുത്ത് സെക്കൻഡ് കൊടുക്കണം, അടുത്ത ആളായിട്ട് കൊടുക്കണം, അടുത്ത ആളെടുത്ത് ഇവിടെ H നിർത്താം. അതായത് നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ
ആ ലാസ്റ്റിൽ നിന്ന് ഓരോരുത്തരും ഇങ്ങനെ ബാക്ക്വേർഡിലോട്ട് വന്ന് ഇവിടെ ഫോർവേഡിലോട്ട് പോയാൽ മതി. ഒന്നുകൂടെ പറയാം. ഈ സ്ട്രിങ്ങിൻ്റെ ലാസ്റ്റ് ഇരിക്കുന്ന ആളെ എടുത്ത് ഇവിടെ ഫ്രണ്ടിൽ വെച്ച് അങ്ങനെ ഇവിടുന്ന് ബാക്ക്വേർഡോട്ട് പോകണം. അവിടുന്ന് കിട്ടുന്ന ഓരോരുത്തരും ഇവിടെ ഫോർവേഡിലോട്ട് ഫില്ല് ചെയ്ത് പോകണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഫസ്റ്റ് ചെയ്യുന്നത് ഈ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കും. അപ്പോൾ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് കണ്ടുപിടിക്കാൻ നമുക്ക് കിട്ടുന്ന ലെങ്ത് എത്രയായിരിക്കും? 5 എന്നായിരിക്കും ലെങ്ത് നമുക്ക് കിട്ടുന്നത്. 1 2 3 4 5. ഇനി നമ്മുടെ ക്യാരക്ടറിലോട്ട് സ്റ്റോർ ചെയ്യുമ്പോൾ ഇത് നമ്മുടെ STR0, ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4. ഓക്കെ. അപ്പോൾ STR4 ഇരിക്കുന്ന ആളാണ് ഇവിടെ STR0 കൊണ്ടുവരേണ്ടത്. ഓക്കെ. പിന്നെ ഇവിടെ നോക്കിയേ, 4 I = ln-1. അതായത് നമുക്കിവിടെ ln കിട്ടുന്ന 5 ആണ്. പക്ഷെ നമുക്ക് 5 ആളെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നമ്മൾ STR4 ഇരിക്കുന്ന ആളാണ് ഇവിടെ STR0 കൊണ്ടുപോകേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സ്ട്രിങ് ലെങ്ത് -1 കൊടുത്തേക്കുന്നത്. അപ്പം ആദ്യം ഐയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇവിടെ 5 കിട്ടി, -1 കൊടുക്കുമ്പോൾ 4. അതായത് ഐയുടെ വാല്യൂ 4 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും, ജെയുടെ വാല്യൂ 0 തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. I greater than or equal to 0. I 0 ആകുന്ന വരെ എന്ത് ചെയ്യണം? I ഇങ്ങനെ മൈനസായിട്ടും പോകണം, ജെ ++ ചെയ്തും പോകണം. അപ്പോൾ ജെ നമുക്ക് എത്രയാണെന്നത് കറക്റ്റായി. ഇപ്പം ജെയുടെ സ്റ്റോപ്പിംഗ് കണ്ടീഷൻ നമ്മളോട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഐയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 4, ജെയുടെ സ്റ്റാർട്ടിംഗ് വാല്യൂ 0. അപ്പോൾ എന്ത് ചെയ്യണം? STR0 STR4 ആളെ കൊണ്ടുപോകണം. അതായത് ഇയാളോട്ട് കൊണ്ടുപോകും. ഇനി നെക്സ്റ്റ് വീണ്ടും ഇവിടെ വന്ന് ഐയുടെ വാല്യൂ 3 ആവും, ജെയുടെ വാല്യൂ 1 ആവും. അപ്പം എന്താ? STR1 എന്തിനെ കൊണ്ടുവരണം? നമ്മുടെ STR3 ആളെ കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. നമ്മുടെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഈ ലൈൻ നമ്മുടെ ഇവിടാണ് വരേണ്ടത്. അതായത് ഇവിടെയുള്ള 4 ആളെ കൊണ്ടുവന്ന് ഇവിടെ 1 വെക്കണം. ഇവിടെയുള്ള 3 ആളെ കൊണ്ടുവന്ന് ഇവിടെ 1 ഇവിടുത്തെ STR4 ഇരിക്കുന്ന ആളെ STR0 കൊണ്ടുവരണം. STR3 ആളെ STR1 കൊണ്ടുവരണം. STR2 ആളെ STR2 കൊണ്ടുവരണം. STR2 ആളെ STR1 ആളെ ഇവിടുത്തെ 4 കൊണ്ടുവരണം, 3 കൊണ്ടുവരണം. ദെൻ STR0 ആളെ ഇവിടുത്തെ STR4 കൊണ്ടുവരണം. ഒന്നുകൂടെ പറയാം. ഇവിടുത്തെ 4 ആളെ ഇവിടെ 0 കൊണ്ടുവരണം. ഇവിടുത്തെ 3 ആളെ ഇവിടെ 1 കൊണ്ടുവരണം. ഇവിടുത്തെ 2 ആളെ ഇവിടെയും 2 കൊണ്ടുവരണം. ഇവിടുത്തെ 2 ആളെ ഇവിടെ 3 കൊണ്ടുവരണം. ഇവിടുത്തെ 0 ആളെ ഇവിടെ 4 കൊണ്ടുവരണം. അങ്ങനെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ്